ആ അണ്ണാച്ചി ആ ഡോക്ടറുടെ ക്ലിനിക്കിൽ നിന്ന് പോയ ശേഷം കുറച്ച് വിഷം വാങ്ങിയിട്ട് അത് കഴിച്ച് ആത്മഹത്യ ചെയ്തു. തമിഴ്നാട്ടിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ക്ലിനിക്കിൽ ഒരു പ്രായമുള്ള അണ്ണാച്ചി വന്നു. അദ്ദേഹം പറഞ്ഞത് വായിലൊരു പുണ്ണുണ്ട്, ഏതാച്ചും മരുന്ന് തരുമെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ സുഹൃത്താണ് ആ സമയത്ത് വീഡിയോസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ. ഭയങ്കര ആവേശം എല്ലാത്തിനോടും. അപ്പോൾ അദ്ദേഹത്തെ നോക്കിയപ്പോൾ മനസ്സിലായി ഇതൊരു വായ്പുണ്ണല്ല, എന്നൊരു ക്യാൻസറിൻ്റെ ആരംഭം പോലെയാണ് പുള്ളിക്ക് തോന്നിയിരുന്നത്. അദ്ദേഹം ചോദിച്ചും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ പുകവലിക്കാറുണ്ടോ, മദ്യപിക്കാറുണ്ടോ, അല്ലെങ്കിൽ മുറുക്കാറുണ്ടോ? അണ്ണാച്ചി പാവം പറഞ്ഞു, സാർ ഇറുക്ക് സാർ, ரொம்ப വർഷമാച്ച് ഇറുക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടർ ഒരുപാട് വഴക്ക് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ അണ്ണാച്ചി പറഞ്ഞു, സാർ മன்னிക്കണം, ക്ഷമിക്കണം, ഇന്നേക്ക് അതാച്ച് മാത്രമേ കൊടുക്കും, എനിക്ക് മാത്രമേ അല്ലെങ്കിൽ മരുന്ന് തന്ന് ഞാൻ വല്ല പൊയ്ക്കോളാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മരുന്നൊന്നുമില്ല, നിങ്ങളിത് കുറേ വർഷമായിട്ട് നിങ്ങൾ പുകവലിക്കുന്ന ആളല്ല, നിങ്ങളിത് വായിൽ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വായ്പുണൊന്നുമല്ല, ഇത് ക്യാൻസറിൻ്റെ ആരംഭമാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മരുന്നൊന്നും കൊടുത്തില്ല. അണ്ണാച്ചി കുറച്ച് നേരം ഇരുന്ന് വിഷമത്തോടെ തിരിച്ചു പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ നിന്ന്, അണ്ണാച്ചിൻ്റെ നാട്ടിൽ നിന്ന് തന്നെ വേറൊരാൾ വന്നു. വേറെ ട്രീറ്റ്മെൻറ്റ് വന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു, ഒരേ നാട്ടുകാരനെ ചോദിച്ചപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു പ്രായമുള്ള അണ്ണാച്ചി വന്നിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹം മുറുക്കും വലിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നല്ല ഉപദേശിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. വന്നാൾ കുറച്ച് നേരം ഉണ്ടാതിരുന്നു. പറഞ്ഞു, ഡോക്ടർക്ക് അറിയോ, ആ അണ്ണാച്ചി ആ ഡോക്ടറുടെ ക്ലിനിക്കിൽ നിന്ന് പോയ ശേഷം കുറച്ച് വിഷം വാങ്ങിയിട്ട് അത് കഴിച്ച് ആത്മഹത്യ ചെയ്തു. ആ വന്നാൾ പറഞ്ഞു, ഡോക്ടർക്ക് അറിയേ അണ്ണാച്ചി ഒരു അനാഥനാണ്, അവർക്ക് അച്ഛനും അമ്മയും ആരുമില്ല, ചെറുപ്പം മുതലേ തെറ്റൊന്നും ശരിയൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലായിരുന്നു. അദ്ദേഹം ചെറുപ്പം മുതലേ വലിക്കാനും മുറുക്കാനൊക്കെ തുടങ്ങി. പക്ഷേ ഈ പാവത്തിന് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഗതിയാണ് വന്നിരിക്കുന്നത്. ഡോക്ടർ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഇത് ക്യാൻസറിൻ്റെ ആരംഭം എന്നായിരുന്നു. ഡോക്ടർ ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഞാനിപ്പോൾ അദ്ദേഹം ഒന്ന് നന്നായിക്കോട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ ഒന്ന് ഉപദേശിച്ച് വിട്ടാന്ന്. ഇതിൽ ആരാണ് ശരിക്കും തെറ്റുകാരൻ? അണ്ണാച്ചിൻ്റെയും മുറുക്കും വലിയൊക്കെ ഒന്ന് നിന്നോട്ടെ എന്ന് കരുതി ഉപദേശിച്ച് വിട്ട ഈ ഡോക്ടറാണോ തെറ്റുകാരൻ? അതോ വായിലെ പുണ്ണ് ക്യാൻസർ എന്ന് തന്നെ സ്വയം അങ്ങോട്ട് ധരിച്ചു വെച്ച് ഇനി മുന്നോട്ട് ജീവിതമല്ല എന്ന് കരുതി കുറച്ച് വിഷം വാങ്ങി പിടിച്ച് ആത്മഹത്യ ചെയ്ത അണ്ണാച്ചിയാണോ തെറ്റുകാരൻ? ഇപ്പോഴും എൻ്റെ മനസ്സിലൊരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട്.